കാര്യായിട്ടുണ്ട് കേട്ടോ. വിളിക്കുന്നു, ചിരിക്കുന്നു, കൊഞ്ചുന്നു. നീ എന്തോ എപ്പോഴും ഇതിനകത്ത് കുത്തിക്കൊണ്ടിരിക്കുന്നേ? കാര്യം പറയാം ചുമ്മാ. നിനക്ക് രണ്ടടിയുടെ കുറവുണ്ട്. ഇത് നമ്മൾ കുറച്ച് സീനാക്കിയാലേ ശരിയാവത്തുള്ളൂ. ഒരു സ്ഥലത്ത് മനുഷ്യൻ ചുമ്മാ ഇരിക്കാൻ വിടരുത് കേട്ടോ. ഗൈസ്, നമ്മളെല്ലാവരും കാത്തിരുന്ന സിദ്ധു അളിയന്റെ എൻട്രി ഈ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സംഭവമായിട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും എന്തായാലും ലച്ചു ഇപ്പോൾ ഫോൺ കോളുമായിട്ട് നടക്കുന്നത്. എന്തായാലും സിദ്ധു ബ്രോയായിട്ട് തന്നെ ആയിരിക്കും ഫോൺ വിളിക്കുന്നത്. അത് നമുക്ക് ഉറപ്പാണ് സംഭവം അതായിരിക്കും എന്നുള്ളത്. പക്ഷെ ലാസ്റ്റ് കാണിച്ചത് എന്താണ് സംഭവം എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി സിദ്ധു അളിയൻ വരുന്നില്ല എന്നുള്ളൊരു സംഭവം കേട്ടിട്ട് ലച്ചു മയങ്ങി വീണതാണോന്ന് അറിയില്ല. പക്ഷേ നമുക്കിപ്പം കിട്ടിയൊരു അപ്ഡേറ്റ് വെച്ചിട്ട് സിദ്ധു ബ്രോ വരുന്നുണ്ട്. നമ്മുടെ ഡെയിൻ ആവാൻ വളരെ സാധ്യതയുണ്ട്. ഡെയിൻ ഡേവിസിനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ നായകനിലൊക്കെ ആങ്കറായിട്ട് ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരനായിരിക്കും എന്ന് നല്ലൊരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ ആരായാലും ആ ഒരു എൻട്രിയുടെ ഭാഗമായിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുള്ളി വരുന്നില്ല എന്നെങ്ങാനും ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കാം ലച്ചുവിൻ്റെ ബോധം പോയത്. പക്ഷെ എന്തായാലും ഇനി വരുന്ന എപ്പിസോഡുകളിൽ പുള്ളിയുടെ എൻട്രി ഉണ്ട്. അപ്പോൾ പുതിയൊരു ക്യാരക്ടറും കൂടെ വരെയാണ് നമ്മുടെ ഉപ്പുമുളകിലേക്ക്. അപ്പം നമ്മുടെ ലച്ചുവിൻ്റെ ഒരു കൂട്ടായിട്ട് സിദ്ധു ബ്രോയും കൂടെ വരെയാണ്. അപ്പം കുറച്ചുകൂടി